ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് സാൻസിവേറിയ പ്ലാന്റ്, സ്നേക്ക് പ്ലാന്റ്, അതിൻ്റെ വേര് പിടിപ്പിച്ച ഒരു കണ്ടീഷനാണ് കാണിക്കുന്നത്. ഇതാണ് നമ്മുടെ നാട്ടിൽ സാധാരണ കാണുന്ന സ്നേക്ക് പ്ലാന്റാണ്. ഇത് വളരെ വിശേഷപ്പെട്ടതാണ് എന്ന് ഇപ്പം ഓരോ കാലം കഴിയും തോറും, കാരണം അത്ര ഓക്സിജൻ ബൂസ്റ്റിംഗ് ആണ്. നാസ ആൻഡ് സ്നേക്ക് പ്ലാന്റ് എന്ന് ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ നമുക്കത് ക്ലിയറായിട്ട് മനസ്സിലാവും എന്തുമാത്രം നമ്മുടെ ബെഡ്റൂമിലേക്ക് യോജിച്ചതാണ് ഈ സ്നേക്ക് പ്ലാന്റ് എന്ന്. നൈറ്റിലും ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നാണ് നാസ പറയുന്നത്. അത് എത്രമാത്രം ശരിയാണ് എന്ന് നമുക്ക് കൂടുതൽ അതിൻ്റെ പഠനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ച ആണ്. ഇത് കാണിച്ചു തരാം. ഞാനതിപ്പോൾ ഏതാണ്ട് ഒരു മാസത്തിലധികമായി. ഇതിൽ ഒരുപാട് തൈകളുണ്ട്. ഇതെല്ലാം നമുക്ക് ലീഫായിട്ടും ഒക്കെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നട്ട് പുതിയ ചട്ടിയിൽ പോട്ടിംഗ് മിക്സ് ഉപയോഗിച്ച് നട്ട് നമ്മുടെ ഇൻഡോറിൽ വയ്ക്കാം. ഇതെല്ലാം അതാണ്. എല്ലാം വേര് പിടിച്ച് നല്ല ഭംഗിയായി വേര് പിടിച്ച് റെഡിയായി നിൽക്കുകയാണ് ഈ പ്ലാന്റ്സ് എല്ലാം. ഈ അങ്ങനെ ഏതാണ്ട് ഒരു മാസമായിട്ട് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുക. എന്താണെന്ന് അറിഞ്ഞൂടാ. ഞാനത് 2 പ്രാവശ്യം വെള്ളം മാറ്റിയില്ല, പക്ഷേ കൊതുകിൻ്റെ കൂത്താടികളൊന്നും ഇതിൽ കാണുന്നില്ല. ഇത് നമുക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു. ഇതേപോലെ നമുക്ക് ചട്ടിയിൽ ഇതേപോലെ നട്ട് വയ്ക്കാം. ചെറിയ ചട്ടിയിലും നടാം. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ്. നമ്മുടെ നാട്ടിൽ ധാരാളം അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്ലാന്റാണിത്. വളരെ ഉപകാരപ്രദമാണ്. ഓക്സിജൻ ബൂസ്റ്റിംഗ് ആണ്. എല്ലാവരും ഇത് പരീക്ഷിക്കുക. ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു പുതിയ വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി.